നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. കുമ്പക്കുടി സുധാകരന് സീറ്റ് കൊടുത്തോടെ എൻട്രി കിട്ടിയതോടെ ഒന്നിനു പുറകെ ഒന്നായി അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശ് വരുന്നു. അടുത്ത അടൂർ പ്രകാശിന് പിന്നാലെ കെ സി വേണുഗോപാൽ വരാനുള്ള നീക്കം വളരെയധികം സാധ്യത വളരെയധികം ഉണ്ട്, പ്രതീക്ഷിക്കാവുന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ. പക്ഷേ പിന്നെ എന്താണ് അടൂർ പ്രകാശും ഇപ്പം കോന്നിക്ക് അവകാശവാദമായ രംഗത്തെത്തി കഴിഞ്ഞു. അടൂർ പ്രകാശ് ഭീഷണിയുടെ സ്വരത്തിലാണ് അവകാശവാദം. അടൂർ പ്രകാശ് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ കോന്നിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കെ സുധാകരന് സീറ്റ് കിട്ടി എന്ന് ഉറപ്പിച്ചപ്പോൾ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു. പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭീഷണി എന്താണെന്നറിയോ? തനിക്ക് സീറ്റില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്താണ് സംഭവിക്കുക എന്നതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. ഇത് പറയുന്നത് ആരാണ്? UDF കൺവീനറാണ്. അതാണ് ഈ ഓൺ ദ സ്പോട്ട് UDF കൺവീനർ സ്ഥാനം എടുത്ത് ദൂരെ കളയാണ് വേണ്ടത്. അതിനുള്ള ആർജവമാണ് കോൺഗ്രസ് പാർട്ടിയും UDF കാണിക്കേണ്ടത്. അവിടെ വീതം വയ്ക്കലിന്റെ ഇടയിൽ ഇതൊക്കെ കാരണം ഒരു UDF കൺവീനർക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ്. തനിക്ക് സീറ്റ് ഉറപ്പിക്കാനല്ലോ അദ്ദേഹത്തെ UDF കൺവീനർ ആക്കിയത് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ ഭീഷണി മുടക്കുന്നത് വെറുതെ അല്ല. അദ്ദേഹം 2 സ്ഥാനാർത്ഥികളാണ് അദ്ദേഹം അവിടെ തോൽപ്പിച്ചത്, 2 പേരെ. ഒന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ട് കൂടെ കൊണ്ടുനടന്ന ആളെയും ഒന്ന് അദ്ദേഹത്തിന്റെ എതിരാളിയെയും. അതിന്റെ കഥ അറിയാലോ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന് സീറ്റില്ലായിരുന്നു. 2016 കാരണം അതിനു മുമ്പ് 4 തവണ അദ്ദേഹം ജയിച്ച ആളാണ്, 2 തവണ മന്ത്രിയായ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് അവിടെ പി മോഹൻരാജ് അടക്കമുള്ളവർ, പഴയ DCC പ്രസിഡന്റ് പത്തനംതിട്ട, അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഇടപെടുന്നത്. ഉമ്മൻചാണ്ടി ഇടപെട്ട അന്ന് 2 സീറ്റാണ് ഉമ്മൻചാണ്ടി കടുംപിടുത്തം. ഏതാണ്ട് ഇത് സമാനമായ അവസ്ഥയായിരുന്നു. അവസാനം വന്നപ്പോൾ ഇവർക്ക് 2 പേർക്ക് സീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ നിന്ന് ഇറങ്ങിപ്പോവും, താൻ മത്സരിക്കില്ല എന്ന് ഭീഷണി മുഴക്കിയാണ് ഇവർക്ക് 2 പേർക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഈ സീറ്റ് വാങ്ങി കൊടുത്തു കഴിഞ്ഞ് 2016 അടൂർ പ്രകാശ് മത്സരിക്കുന്നു. ഭരണ തുടർച്ച കിട്ടുമെന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് പോലും കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്, അത് കൊണ്ടുവന്നത് ഒരു വലിയ പാറയുടെ പുറത്ത് വനമേഖലയിലാണ്. അപ്പം അവിടെ അദ്ദേഹത്തിന് ആ പദ്ധതി പൂർത്തീകരിക്കാവുന്നു, അദ്ദേഹം വീണ്ടും മന്ത്രിയായിട്ട് തന്നെ വരുമെന്നും ഒക്കെയുള്ള കണക്കൂട്ടലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഭരണമില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇത് 5ാമത്തെ ടൈമാണ്, ഇനിയും ഞാൻ നിയമസഭയെ മത്സരിക്കാൻ എനിക്ക് സീറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പാർലമെന്റ് ഇലക്ഷൻ അപ്പം മോദിയുടെ 5 വർഷത്തെ ഭരണം കാരണം ഇവിടെ മൊത്തം തകിടം മറിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ UPA സർക്കാർ അധികാരത്തിൽ വരും, തനിക്ക് കേന്ദ്രത്തിൽ പോയ ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം കിട്ടും. ആ ഉറപ്പിലാണ് അദ്ദേഹം ആറ്റിങ്ങൽ ചോദിച്ചു വാങ്ങിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നു. അത് സമ്പത്തിനെ അല്ലേ തോൽപ്പിക്കുന്നു. അതിന് അദ്ദേഹം വളരെയധികം ഹോംവർക്ക് ചെയ്തു. കാരണം കള്ളവോട്ട് ചേർത്തിരുന്ന ആളുകൾ 50,000 പേര് എങ്ങാണ്ട് 2 ലക്ഷത്തോളം 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് അദ്ദേഹം ഇരട്ട വോട്ട് വെട്ടിക്കളഞ്ഞത്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മകന്റെ അമ്മായിപ്പനായിട്ടുള്ള ഇദ്ദേഹമാണ് ബിജു രമേശ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് ടെക്കുകളുടെ ഒരു പട തന്നെ ഇവിടെ വന്നിരുന്നാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ വിജയിക്കുന്നു. അദ്ദേഹം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ സ്ഥാനം കേന്ദ്രത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് മത്സരിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, മോഡി വീണ്ടും അധികാരത്തിൽ വന്നു, ഇവർക്ക് ഒട്ടും സീറ്റ് ഇല്ലാതായിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയും പാർലമെൻറ്റിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അന്ന് പുള്ളി അങ്ങോട്ട് പോകുന്നു. പോയി കഴിഞ്ഞ പുറകെ 2019 പാർലമെൻറ്റ് ജയിച്ചു പോയി കഴിയുന്ന പുറകെ ഒരു ഇലക്ഷൻ കോന്നി വരുന്നു. കോന്നി വരുന്ന ഉടനെ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചത് ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള DCC വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ DCC വൈസ് പ്രസിഡന്റ്, അന്ന് അദ്ദേഹം DCCയുടെ ഭാരവാഹിത്വമൊന്നുമില്ല, ഈ റോബിൻ പീറ്റർ എന്ന് പറയുന്ന പഴയ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ നിർദ്ദേശിച്ചു. അതിനുവേണ്ടി കടുംപിടുത്തം നടത്തി. പക്ഷേ കൊടുത്തില്ല. കാരണം അർഹത പി മോഹൻരാജിനാണ്. കാരണം ഒരുപാട് ഇലക്ഷനുകളിൽ പോസ്റ്റർ ഒട്ടിച്ച ശേഷം കീറി മാറ്റേണ്ടി വന്നൊരു മനുഷ്യനാണ് പി മോഹൻ. അങ്ങനെ പി മോഹൻരാജിന് കൊടുക്കുന്നു. CPM KU ജനീഷ് കുമാറിനെ നിർത്തുന്നു. പി മോഹൻരാജിനെ മനോഹരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാലുവാരി തോൽപ്പിച്ചു. പി മോഹൻരാജിനെ അത് തോൽപ്പിച്ചു. അത് CPMന് ബാലികേറാമലയായിരുന്ന കോന്നി ജനീഷ് കുമാറിലൂടെ അവരെ തിരിച്ചു പിടിക്കുന്നു. അവരത് ഏറ്റെടുത്തു. ജനീഷ് നല്ല വൃത്തിയായി തൻ്റെ റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2021 ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ വരുമ്പോൾ അവിടെ വേറെ ക്ലെയിം, മോഹൻരാജ് ക്ലെയിമിന് പോയി. മോഹൻരാജ് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, തൻ്റെ കാര്യം പോക്കാണ്. അദ്ദേഹം അതുകൊണ്ട് അതിന് പോയില്ല. അപ്പോൾ ആരുടെയും തടസ്സമില്ലാതെ ഇദ്ദേഹത്തിൻ്റെ നോമിനിയെ നിർത്തി, റോബിൻ പീറ്റർ. ഇദ്ദേഹം നേരത്തെ ആവശ്യപ്പെട്ട് റോബിൻ പീറ്റർ. ഈ റോബിൻ പീറ്റർ അവിടെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു.
ഈ പരാജയപ്പെടുത്തിയത് ഇദ്ദേഹമാണെന്നൊരു ചർച്ചയുണ്ട്. കാരണം എന്നറിയോ, അതെ, അദ്ദേഹം എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ റോബിൻ പീറ്റർ MLA ആയി തുടരെ വന്നു കഴിഞ്ഞാൽ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് നേതാക്കന്മാർക്കുള്ള അമളിയാണ്, സ്വന്തം വിശ്വസനെ പിടിച്ച് പദവി ഇരുത്തി തിരിച്ചു വരുമ്പോൾ അവ ഇറങ്ങി കൊടുക്കും. അത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. എന്തായാലും റോബിൻ പീറ്റർ ഈ ഒരു ഇലക്ഷൻ എന്നവിടെ അയാൾ മാനസികമായി സാമ്പത്തികമായി തകർന്നുപോയി. റോബിൻ പീറ്റർ തകർന്നുപോയി. അപ്പോൾ അതിനുശേഷം ഈ റോബിൻ പീറ്റർ ഇത്തവണ ആ ഒരു ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു. അദ്ദേഹം ഇപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വീണ്ടും അവിടെ തന്നെയാണ് ഈ തദ്ദേശ സ്ഥാനം. അപ്പോൾ ഇപ്പം എന്താണ്, ഇപ്പം ഈ 2021 തെരഞ്ഞെടുപ്പിൽ റോബിൻ പീറ്റർ തോക്കുന്നു. ഇപ്പം വീണ്ടും പാർലമെന്റ് ഇലക്ഷൻ വന്നല്ലോ 2024. 24 വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി, അദ്ദേഹത്തിന് ആറ്റിങ്ങിൽ മത്സരിക്കേണ്ട, അടൂർ പ്രകാശ്. പക്ഷേ ഹൈക്കമാൻഡ് പറഞ്ഞു സീറ്റ് നിലനിർത്തണമെങ്കിൽ അടൂർ പ്രകാശ് മത്സരിച്ച് പറ്റും. അടൂർ പ്രകാശ് മത്സരിക്കുന്നു, കടുത്ത മത്സരം നടക്കുന്നു, 1000 വോട്ടിൽ താഴെ വോട്ടിന് അദ്ദേഹം ജയിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് താല്പര്യം കോന്നിയിൽ വീണ്ടും വരണം. കാരണം 2 തവണ 2 പേര് നിന്നു, കോന്നി തോറ്റു. ഇനി കോന്നിയെ രക്ഷിക്കൂ, ഞാനേ ഉള്ളൂ എന്നുള്ളതാണ്. അതാ പറയാം, ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പണ്ട് പറയുന്ന പോലെ പ്രകാശിനെ വിളിക്കൂ, കോന്നിയെ രക്ഷിക്കൂ എന്നൊരു മുറവിളി എല്ലാ സൈഡിൽ നിന്ന് ഉയർന്നു. അപ്പോഴും അദ്ദേഹം ഈ MP ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. UDF കൺവീനർ കൂടെ ആയതോടെ അദ്ദേഹത്തിന് പ്രതീക്ഷയായി എനിക്ക് കോന്നി കിട്ടും. പിന്നെ പോരായെങ്കിൽ കെ സുധാകരൻ 110% മത്സരിക്കുമെന്നുള്ള പറഞ്ഞപ്പോൾ MP മാർക്ക് സീറ്റ് കിട്ടുമെന്നുള്ള ഒരു ധാരണയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് വേണപ്പോഴാണ് കിട്ടാതെ പോയത്. ഇത് കിട്ടാതെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നത് DCC പ്രസിഡൻ്റായിട്ടുള്ള സതീഷ് കൊച്ചുപറമ്പിൽ. അദ്ദേഹം സ്വാഭാവികമായിട്ടും ആ സീറ്റിന് അർഹനാണ്. കാരണം വർഷങ്ങളായിട്ട് പാർട്ടിയുടെ പിന്നെ ജനറൽ സെക്രട്ടറി, DCC ജനറൽ സെക്രട്ടറി ആയിട്ടും കോൺഗ്രസിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് ചെയ്യണമല്ലോ. കോൺഗ്രസിൽ ഒരാൾക്കൊരു സീറ്റ് കിട്ടി അവന് മരണം വരെ പിന്നെ അവൻ കയ്യിൽ വയ്ക്കാനുള്ള രീതി. പിന്നെ ഇദ്ദേഹത്തിന് വേറെ ഒന്നും പറയാൻ പറ്റില്ല, അദ്ദേഹം ഈഴവ സമുദായാംഗമാണ്. ഇവർ ഈഴവ സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് കോന്നി. മണ്ഡലം പുനഃസംഘടനയോട് കൂടി അത് വർദ്ധിച്ചു. ഇപ്പൊ ജനീഷ് കുമാറും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഇദ്ദേഹവും ഈഴവ സമുദായത്തിൽ. കഴിഞ്ഞ വർഷം സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അദ്ദേഹവും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ സതീഷ് കൊച്ചുപറമ്പിലിന് ആ സീറ്റ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാവ്യനീതി എന്ന് പറയുന്നതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം സുധാകരൻ പിൻവലിച്ചതിന് പിന്നാലെ, മത്സരിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഞാനും ഉണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് സീറ്റ് തന്നില്ല, അവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല. അത് ഒരിക്കലും ഒരു UDF കൺവീനർ പറയേണ്ട പ്രസ്താവനയല്ല. എനിക്ക് സീറ്റ് തരണമെന്നാണെങ്കിൽ പറയാം, അതല്ലാതെ അവിടെ തോറ്റു കഴിഞ്ഞാൽ ഉത്തരവാദിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തോപ്പിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. ശരിക്കും ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യനാകെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിലാണ് ഇവർ ഇത്തരം ഭീഷണികളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇവരെത്ര ഭീഷണി മുഴക്കിയെന്ന് പറഞ്ഞാലും കോൺഗ്രസിന് ജനം വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പഞ്ചായത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, കോൺഗ്രസ് ഒരു പണി വെട്ടിട്ടൊന്നുമല്ല, ആള് ശ്രമമായിട്ട് ചെയ്ത് തന്നെയാണ് അവർക്ക്. അതെ, അത് ഒരുത്തനും പാടുപെട്ടിട്ടില്ല, ആരും പാടുപെട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ വ്യക്തിബന്ധങ്ങളുണ്ടാവും, അതൊരു കാര്യം. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ നയിക്കുന്ന ഈ ഇടതുപക്ഷ മുന്നണിയെ പുറത്ത് കളയണമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്, അവരുടെ ആഗ്രഹമാണ്. അതിനെ അവർ കോൺഗ്രസ്സുകാരന് ആരെ കൊണ്ട് നിർത്തിയാലും അവർ വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ UDF കൺവീനർ പോലെ അടൂർ പ്രകാശ് പോലെയുള്ള ആൾക്കാർ, മുതിർന്ന നേതാക്കൾ ഇത്രയും അവർക്ക് കിട്ടാഞ്ഞിട്ടല്ലെന്ന് ഓർത്തോണം. എത്ര തവണ കിട്ടി, നിന്നപ്പോഴെല്ലാം ജയിച്ച ആളാണ് അദ്ദേഹം. 4 തവണ അവിടെ നിന്ന് MLA ആയി, മന്ത്രിയായി, ഇപ്പൊ പിന്നെ MP 2 വട്ടം MP ആയി. എപ്പോഴൊക്കെ അവസരം കിട്ടിയോ അപ്പോഴെല്ലാം. MP എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാനമൊന്നുമില്ല. AK ജീവിതത്തിൽ അതേ MP ആയിരുന്നുള്ളൂ, അതേ മന്ത്രി ആയിരുന്നില്ല. അതിൽ എത്ര നേതാക്കന്മാരുണ്ട് കോൺഗ്രസിലൊക്കെ, ജീവിതത്തിൽ MP മാത്രമായിരുന്നിട്ടുള്ള എത്രയോ പേരുണ്ട്. ഒരു MP എന്ന് പറഞ്ഞത് 6-7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ ലോക്സഭാ എന്ന് പറയുന്നത്. ഒരു MLA-കൾ അങ്ങനെ നോക്കുമ്പോൾ എത്രയും മുകളിലാണ്. അത്യാഗ്രഹം ഭയങ്കരമാണ്. അത് എന്താണെങ്കിലും അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഇപ്പോഴത്തുണ്ടായ ഒരു പരാമർശം, അത് നമ്മൾ ടെലിവിഷനിൽ കണ്ട പരാമർശമാണ്, അദ്ദേഹം നടത്തിയതാണോ എന്ന് നമുക്ക് ചോദിച്ചാൽ അതായിരിക്കാം. എന്തായാലും അത്തരം ഒരു പരാമർശം ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതല്ല. UDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് തീർത്തും എതിർക്കപ്പെടേണ്ടത്. അദ്ദേഹം നടത്തിയ പ്രസ്താവന തന്നെയാണെങ്കിൽ അദ്ദേഹം പിൻവലിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാണ്.